ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നുണ്ട് എല്ലാവരുടെയും വിശേഷം. അങ്ങനെ ഓണത്തിന് മാവേലി വരുന്ന പോലെ ഒരു ബ്രേക്കിന് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഹോളിഡേ ആയതുകൊണ്ട് ആമിക്കുട്ടിയും എൻ്റെ കൂടെ ഉണ്ട്. ചേട്ടൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് ഞങ്ങളുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒന്ന് ഫ്രഷായി, ഹെയറൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു സ്കിൻ കെയർ, ചെറിയൊരു സ്കിൻ കെയർ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കണ്ടല്ല, വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ ഒന്ന് മെനയായിട്ട് ഇരുന്നോട്ടെ. അതുകൊണ്ടായിട്ട് നമുക്ക് ഷോപ്പിംഗ് ഉണ്ട് വൈകുന്നേരം. കിച്ചണിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും തീർന്ന് കാലിയിരിക്കാൻ കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് വയ്ക്കാൻ മതി. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആമിക്കുട്ടിനെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഒരുക്കാനായിട്ട്. അവൾക്ക് എന്നെ പോലെ തന്നെ മേക്കപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആമിക്കുട്ടിക്ക് ആരെങ്കിലുമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആമിനെ കണ്ടു കഴിഞ്ഞാൽ കുളിക്കാത്ത കുട്ടീനെ പോലെ ഉണ്ടല്ലേ. ഞാൻ നല്ല പോലെ ഷാമ്പൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓയിലിംഗ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മുടി ചെറപറാന്നിരിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടിയ പോലെ തന്നെ ഹെയർ ബോ വേണം, ഹെയർ ക്ലിപ്പ് വേണം എന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്ത് സുന്ദരിക്കുട്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്തിരി നേരത്തേക്ക് ഉണ്ടാകുള്ളൂ, എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. നമ്മൾ പോണ നേരത്തെ ആളൊന്നും കൂടെ കഴുകി കുട്ടപ്പനാക്കി എടുക്കേണ്ടി വരും. നമ്മുടെ ഓട്സൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. ഇത് ഡോക്ടേഴ്സ് ഓട്സ് ആണ് കേട്ടോ. നല്ല ഓട്സാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ഇതാണ് ആവാറുള്ളത്. എനിക്കിതിൻ്റെ ബനാന ഫ്ലേവറാണ് കൂടുതൽ താല്പര്യം കേട്ടോ. പക്ഷേ ഓൺലൈനിലൊന്നും അങ്ങനെ സുലഭമായിട്ട് കിട്ടാറില്ല. ഭയങ്കര ഡിമാൻഡാണ്. എപ്പോൾ നോക്കിയാലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ സംഭവം. അവിടെ നമ്മളിന്നലെ ഓഫ്ലൈനായിട്ട് പോയി വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. എനിക്ക് അത്ര താല്പര്യമില്ല. ബനാന ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാണ്. ഞാൻ കുന്തിരിക്കം പോയിക്കാന്ന് കരുതി. കുന്തിരിക്കല്ല, ഇത് സാമ്പ്രാണിയാണ്. കുന്തിരിക്കം, സാമ്പ്രാണി, ഊത്, അങ്ങനെ വേണ്ട സകലമാന ഐറ്റംസ് ഞാൻ കഴിഞ്ഞ വട്ടം പോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പി എടുത്ത് വന്നൊരു പ്രാന്താണിത്. ഇങ്ങനെ ഇത് കത്തിക്കാന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഐറ്റംസ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എനിക്കൊരു പ്രത്യേക ഫ്രഷ്നെസ്സും ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ. ബെഡ്റൂമിലും ലിവിങ് ഏരിയയിലും അതുപോലെ കിച്ചണിലൊക്കെ ഞാൻ ഇങ്ങനെ കത്തിച്ച് വയ്ക്കും. ആമിക്കുട്ടി ഉണ്ടെങ്കിൽ അവൾ ശ്രദ്ധിക്കണം. അവൾ ഇത് തൊട്ടും തലോടിക്കൊണ്ടിരിക്കും. കൈ പൊള്ളുന്നു ഞാൻ കുറേ തവണയായിട്ടാണ് പറയണത്. അടുത്ത് പോയി ഇങ്ങനെ അത് മണപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഊത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പ്രോപ്പറായിട്ട് കത്തിക്കേണ്ടതെന്ന് കൂടെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. കുറച്ച് കനലും കാര്യങ്ങളൊക്കെ വേണമെന്ന് പിന്നെയാണ് കേട്ടോ മനസ്സിലായി. ഞാൻ കുറച്ച് അകിരിയിലൊക്കെ ഇട്ട് കത്തിച്ച് നോക്കി. പക്ഷേ അതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിങ്ങനെ മൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇതിങ്ങനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് ശരിക്കും ചുറ്റുപാട് ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണ പോലെ ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് നമ്മുടെ മൂഡൊക്കെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ ആകെ 1, 2, 3 ചെടികളുള്ള നനയ്ക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആമിക്ക് ഒരു സ്പ്രേ ബോട്ടിൽ എന്തോ ടോയ് കിട്ടിയ പോലെയാണ്. അവൾക്ക് അങ്ങനെ സ്പ്രേ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചെടിക്ക് മാത്രമല്ല, അവിടെ മുഴുവൻ മൊത്തത്തിൽ സ്പ്രേ ചെയ്തിടും ആൾ. എൻ്റെ ഈ ഒരു CC പ്ലാനിനെ കുറിച്ച് കുറച്ച് കഥ പറയാനുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു കമ്പാണ് കേട്ടോ. നാൾ കുറേ ആയി ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഭാഗ്യത്തിന് വാടിക്കരിഞ്ഞ് പോകണമൊന്നുമില്ല. പക്ഷെ ഒരാളെ വരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ കാത്തിരുന്നിട്ട് അതിൻ്റെ ബൾബ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ബൾബ് വന്നിട്ട് അതിൽ നിന്ന് പുതിയ ഇളകൾ വരാൻ ടൈം എടുക്കുന്നതാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ. പിന്നെ നമ്മൾ വീടിനകത്തുള്ള കുറച്ച് മണി പ്ലാന്റൊക്കെ ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ഞാൻ ആമിക്കുട്ടിക്ക് കൊടുക്കാറില്ല കേട്ടോ. അവൾ വീട് മൊത്തം വെള്ളമാക്കും. അതിനാളിങ്ങനെ വാശി പിടിച്ച് വരാറുണ്ട്. പിന്നെ കുറച്ച് അരി കഴുകി തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ തെർമൽ കുക്കറിലാണ് കേട്ടോ റൈസ് വയ്ക്കാറുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് ഈസി പരിപാടിയാണല്ലോ. പിന്നെ കറിക്കായിട്ട് കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ പിഴിഞ്ഞ് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ തന്നെ നല്ല വലുപ്പമുള്ളത് കിട്ടിയില്ലേ, അതെനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ കറി വെക്കാനായിട്ട്. ഒരു മീഡിയം ചെറിയ സൈസൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് നമുക്കൊരു ചാറുകറി ആക്കാം. പിന്നെ കുറച്ച് കോവയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഉപ്പേരി ആക്കാന്നാണ് കേട്ടോ വിചാരിക്കണേ. സബോളയും തക്കാളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് വഴണ്ടി വന്നപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ പാക്കറ്റ് ഞാൻ 2 എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചതച്ചുണ്ടാക്കണത്ര രുചിയൊന്നുമില്ല, എന്നാലും എളുപ്പപ്പണിയാണല്ലോ, പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള സകലവിധ മസാലകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കാറുള്ളത് കേട്ടോ. ആമിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാനും ഒക്കെ നല്ലതാണല്ലോ. രാത്രി നമ്മൾ ചപ്പാത്തി വെക്കണം, അപ്പോൾ അതിന് ഗ്രേവി ആയിട്ട് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുന്നുണ്ട്. ചാക്സൻ്റെ തെർമൽ കുക്കറാണ് കേട്ടോ. പെട്ടെന്ന് സംഭവം വെന്ത് കിട്ടും, നല്ലതാണ്. എനിക്കിത് അമ്മ തന്നതാണ് കേട്ടോ ഇവിടേക്ക് വീട് മാറി വന്നപ്പോഴും. അങ്ങനത്തെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഗ്രേവി ആക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ വറ്റി വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പേരിക്കുള്ള കോവയ്ക്കത് ഞാനിങ്ങനെ നീളഞ്ഞാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് സമയം ലഭിക്കാം. അത് മാത്രമല്ല വാടിക്കുഴഞ്ഞ് പോകില്ല. ഇതിൽ 3/4 ഭാഗത്തോളം പഴുത്ത കോവയ്ക്കാണ്. അതുകൊണ്ട് കറി വലിയ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കറിക്കുള്ള ഇതുണ്ടാകില്ല.
അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വാടാനായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കോവയ്ക്കൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്രൈ പോലെ നമ്മൾ വരട്ടി എടുക്കില്ലേ, എനിക്ക് അതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. കുഴഞ്ഞു പോകാണ്ട് ഇങ്ങനെ ഫ്രൈ പോലെയൊക്കെ എടുക്കണത്. വെണ്ടയ്ക്കാണെങ്കിലും വഴുതനയാണെങ്കിലും എനിക്ക് വെജിറ്റബിൾസ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കിങ്ങൊക്കെ ഒന്ന് ഒതുക്കി അതേ ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഓടി നടന്ന് വീട്ടിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് വെള്ളം കുടിക്കുക. ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം കേട്ടോ. നമ്മുടെ ഹെൽത്തും നോക്കാൻ മറക്കരുത്. ആമിക്കുട്ടി അവിടെ തകൃതിയായിട്ട് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടോ. ഒത്തിരി ഹോംവർക്കും പഠിക്കാനൊക്കെ ഉണ്ട്. പഠിക്കാൻ വിളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരും, അല്ലെങ്കിൽ പിന്നെ വിശപ്പ് കൂടും, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ കുറേ സ്നാക്സ് ആൾ കഴിച്ചോട്ടോ. വിശക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനിടയ്ക്ക് പഠിക്കുകയും ഹോംവർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ മൂഡ് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് പഠിക്കാനായിട്ട് ഡേ ടൈമിലൊന്നും ഫോഴ്സ് ചെയ്യാറില്ല കേട്ടോ. പകൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവുന്നത് കിച്ചണിലോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒതുക്കലോ പെറുക്കലൊക്കെ ആയിട്ട് അവളെ ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ ഹോംവർക്കൊക്കെ എഴുതാനിരുത്തി കഴിഞ്ഞാൽ ആകെ തെറ്റിക്കും ആൾ. അപ്പോൾ അതിലും ഭേദം നൈറ്റ് ഇരുത്തുന്നതാണ്. മിക്കവാറും നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ഇരുത്തിയിട്ടാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കുപ്പി ഏകദേശം കാലിയായപ്പോൾ അതൊന്ന് റീഫിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പാക്കറ്റ് ഞാൻ കളയാറില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബോഡിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ ഒക്കെ അത് ഞാൻ കംപ്ലീറ്റ് വെട്ടി അതിൽ നിന്നുള്ള എണ്ണ കൂടെ ഊറ്റിയെടുത്തിട്ട് ഞാനത് കളയാറുള്ളൂ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് മഹാമാവൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. ആമിക്കുട്ടി ടോയ്സൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ അല്ലറ ചില്ലറ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് കണ്ടത്. ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്നത് കാരണം ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇതിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന്. ഇത് എന്നാ വാങ്ങിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഹോം ഡെക്കർ ഐറ്റംസ്, കിച്ചണിലേക്കുള്ള ഐറ്റംസൊക്കെ എസറീസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. നല്ല പേസ്റ്റൽ ഗ്രീൻ കളറിൽ വരുന്ന ബോക്സ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാമല്ലോ എന്ന് കരുതി വാങ്ങിയതാണ് കേട്ടോ. ഇത് ഓഫ്ലൈൻ വാങ്ങിയതാണ്. ഓൺലൈനും ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ബാസ്ക്കറ്റുകളൊക്കെ. പച്ച നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ആ ഒരു ബ്രൗൺ ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫ്രൂട്ട്സ്, എഗ്ഗ് അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയതാണ് കേട്ടോ. ഫുഡൊന്നും സെർവ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റി ഉള്ളതല്ല, പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കുറേ നാളായിട്ട്. അപ്പോൾ എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ. മിക്കവാറും ചിലപ്പോൾ ആമയുടെ ടോയ്സൊക്കെ തന്നെയായിരിക്കും. അവളുടെ ടോയ്സ് ഞാനൊരു ടോയ് ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തോട്ടൊക്കെ വന്ന് തുടങ്ങി. അവിടെ കൊണ്ടിടുന്നുണ്ട് കേട്ടോ ആൾ. ഉച്ചത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. ആമിക്കുട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കിടക്കാനായിട്ട്. പക്ഷേ ഞാൻ എന്തോ വലിയ അപരാധം പറയണ പോലെയാണ് ആമിയുടെ ഭാവം. അവൾക്ക് പകൽ ഇങ്ങനെ നമ്മൾ ഉറങ്ങാനായിട്ട് നിർബന്ധിക്കും. ഉച്ചയ്ക്ക് ഉറക്കാൻ കെടുത്താന്നൊന്നും പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഉറക്കം ഭയങ്കര കുറവാണ് പകൽ സമയത്തൊക്കെ കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചായയൊക്കെ വെച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ കേട്ടോ. ഈവനിങ് ടൈം എൻ്റെ ടൈമാണ്. ഞാൻ ആമിനെ റിമോട്ടൊക്കെ തട്ടിപ്പറിച്ച് എനിക്കിഷ്ടമുള്ള ഷോക്ക് വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. ഇനി ആമിയുടെ കാർട്ടൂൺ ടൈം അവസാനിച്ചു. അവൾക്ക് ടി വി കാണാൻ ഞാൻ കൊടുക്കാറില്ല കേട്ടോ. അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂണോ കാര്യങ്ങളൊന്നും ഇനി കാണാൻ സമയക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ ആമിനെ പഠിപ്പിക്കാനിരുത്തണം. അതിന് മുന്നേ പോയിട്ട് നമുക്ക് സംഭവങ്ങൾ കിച്ചണിലേക്ക് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ കേട്ടോ. ഭാഗ്യത്തിന് ആമി അവളുടെ മുടിയൊന്നും നശിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കാലത്ത് കെട്ടിക്കൊടുത്ത പോലെ തന്നെ മെനയായിട്ടിരിക്കുന്നുണ്ട്. ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അലമ്പാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ വലിയ പുള്ളികളാണ് കേട്ടോ. ചായക്ക് കടിയായിട്ട് പിസയൊക്കെയാണ് കഴിക്കുന്നത്. വേറെ ഒന്നല്ല, ആമിക്കുട്ടി പിസ എന്ന ജീവനാണ് കേട്ടോ. എവിടെ പോയാലും അവൾക്ക് പിസ മതി. ഉറക്കത്തിൽ ചോദിച്ചാലും കടവ് പറയും പിസ മതി എന്ന് കേട്ടോ. ഇന്നലെ നമ്മൾ ആമിക്ക് പിസ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 പീസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് മട്ടിയപ്പോൾ ബാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് ആവി കയറ്റിയിട്ട് ചായക്ക് കടിയായിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളോട്ട് കിടക്കട്ടെ. വേഗം ഇറങ്ങിയില്ലെങ്കിൽ ഇനി ഇരുട്ടാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതിലേക്ക് എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.